ശബരിമലയിൽ പോകുമ്പോൾ വാവര് പള്ളിയിൽ കയറിയിട്ട് വേണോ പോകാനെന്ന് പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വാവര് പള്ളിയിൽ പോയിട്ട് ശബരിമലയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഇവിടെ ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു സാധനം. മതസൗഹാർദ്ദം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വേണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോക്കോ. ഭക്തിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ടതില്ല. ഇത് നിങ്ങളുടെ കുറെ ഗുരുക്കന്മാര്, ഇപ്പൊ പോകുന്ന ഗുരുക്കന്മാരായാലും ശരി, വാവര് പള്ളി കയറിയിട്ട് പോകണമെന്ന് പറയുന്നവരാണ്. അവരതാ പണ്ട് ശീലിച്ച ശീലമാണ്, അതങ്ങനെ തുടർന്ന് പോകുന്നു എന്നുള്ളൂ. അങ്ങനെ ഒരു സമ്പ്രദായമേ ഇല്ല. ഒന്നാമത് വാവർ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ബാബുരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, വാവർ എന്ന് പറയുന്നൊരു കഥാപാത്രം നമ്മൾ കേട്ടിട്ടില്ല. ബാബുരൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മുസ്ലിം സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം ബാബുരൻ എന്ന വ്യക്തിയുണ്ട്. പിന്നെ ഈ ശബരിമലയുടെ ഒരു ഐതിഹ്യം കടക്കണം നോക്കുകയാണെങ്കിൽ തന്നെ ഒരിക്കലും ഒരു ഇസ്ലാമിക മതം എന്താ പറയാ ഉണ്ടാവുന്നൊരു കാലത്തൊന്നുമല്ല. അപ്പൊ തന്നെ നമുക്കറിയാലോ ശബരിമല എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പല ആളുകളും പറയുന്നുണ്ട് അത് ബുദ്ധക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, ഇവിടെ പല ബുദ്ധക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങളാണ്. അതായത് ബുദ്ധമതം സ്വീകരിക്കാനോ അല്ലെങ്കിൽ ബുദ്ധമതം കൊണ്ടു നടക്കാനോ ആളില്ലാത്തത് കൊണ്ട് അത് ഹൈന്ദവ മതമായി മാറി, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസമായി മാറി, അല്ലെങ്കിൽ ബുദ്ധമതം എന്ന് പറയുന്ന ഹൈന്ദവ മതം തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിയലായിരിക്കാം ചിലപ്പോൾ അത് അങ്ങനെയും മാറിയത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന വാവര് പള്ളി പോയിട്ട് അയ്യപ്പനെ കാണാൻ പോണെന്ന് പറഞ്ഞതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അതുള്ളവരുണ്ടാവാട്ടോ, അവരെ ഞാൻ തിരുത്താനും പോണില്ല. പക്ഷെ ഞാൻ പറയും, എന്നെ അറിയുന്നവരോട് ഞാൻ പറയും, ഇതിനാടാ നീ പോന്നു ചോദിക്കും. അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോന്ന് ഞാൻ ചോദിക്കും. അത്രേ ഉള്ളൂ. ഇതൊക്കെ മാറ്റേണ്ട സമയമായിരുന്നേ. ഒരിക്കലും ഒരു വിശ്വാസത്തിനുള്ളിൽ കൊണ്ട് മതേതരം കുത്തി കയറ്റരുത്. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. നിങ്ങൾ എവിടെങ്കിലും മുസ്ലിം മതത്തിലോ എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലൊരു മതേതരത്തിന്റെ ഒരു അംശമോ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു എന്താ പറയാ സ്വാമി, അല്ലെങ്കിൽ ഒരു ഗണപതിയോ, അല്ലെങ്കിൽ ഈ പറയുന്ന മഹാവിഷ്ണുവോ, അല്ലെങ്കിൽ ശിവനോ കൃഷ്ണനോ ആരെങ്കിലും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു കഥ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ക്രിസ്തു മതത്തിൽ അങ്ങനെ ഉണ്ടാ? അതുമില്ല. പിന്നെ എന്താണ് ഹൈന്ദവ മതത്തിൽ മാത്രം അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? ഹൈന്ദവർ ഭൂരിപക്ഷമായതുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ ഹൈന്ദവർ എത്ര ഭൂരിപക്ഷമായാലും മറ്റുള്ളവരെ ദ്രോഹിക്കൂല. അത് അങ്ങനെ ഒരു ചിന്ത അന്ന് പോയിട്ടുണ്ടാവാം, ആർക്കെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടാവാം. ഈ ഹിന്ദുക്കൾ ഇങ്ങനെ ഭൂരിപക്ഷം ആയതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചെറിയ സാധനമാണ് അത്. ഒരു ശരിക്കും മണ്ടത്തനാണ്. ഹിന്ദുക്കൾ ഒരിക്കലും ഒരു ഭൂരിപക്ഷമായി എന്ന് കരുതിയിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അടിച്ചൊതുക്കാനൊന്നും പോവില്ല. എപ്പോഴും ഈ ഹിന്ദുക്കൾ എവിടെയെങ്കിലും ആക്രമിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ 100% ഉറപ്പാണ് അതിനൊരു 90% തെറ്റ് മറ്റുള്ളവരുടെ കയ്യിലുണ്ടാവും. അത് ഒരു തെറ്റിലും 2 തെറ്റിലൊന്നും പ്രതികരിക്കൂല. അത് ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കുമ്പോഴാണ് ഒരു ഹൈന്ദവൻ ഒരു തെറ്റിനെ ചോദ്യം ചെയ്യാൻ നിൽക്കാറുള്ളൂ. അതിവിടെ എല്ലാവർക്കും അറിയാം. അതിപ്പോ അവൻ സംഖ്യയായാലും ശരി, ഇനി അതല്ലെങ്കിലും ശരി, ഒരു തെറ്റ് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ പ്രതികരിക്കുന്നവരല്ല. ആ ഒരു തെറ്റിനെ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അതിലൊരു പ്രാവശ്യം പറയും അത് വേണ്ട, ശരിയല്ല എന്ന് പറയും. പിന്നെ അത് ആവർത്തിക്കുമ്പോൾ പിന്നെ ഒരു 10 പ്രാവശ്യം ആവർത്തിച്ചിട്ട് അവൻ 2ാമത്തെ പ്രാവശ്യം പറയും ഏട്ടാ ഞങ്ങളോട് പറഞ്ഞല്ലേ അത് വേണ്ട. പിന്നെയും അത് കേൾക്കാതെ ചെയ്യുമ്പോഴാണ് ചില സ്ഥലങ്ങളിലൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഹൈന്ദവ മതത്തിന്റെ ഇടയിൽ കൂടെ മതേതരം എന്ന് പറയുന്ന സാധനം കൂടി കൂട്ടി യോജിപ്പിക്കേണ്ട ഗതികേട് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വാവർ പള്ളി അങ്ങനെ ഒരു സംഗതിയൊന്നുമില്ല. അതിനൊക്കെ വെറുതെ സമയം കളയാന്നല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്കില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ കയറി ചെല്ലുമ്പോ തന്നെ അവിടെ വായിക്കുന്നുണ്ടല്ലോ തത്വമസി എന്നുള്ളത് അല്ലേ? അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ഈ വാവരൊന്നും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. നിങ്ങൾ ഈ 41 ദിവസം വ്രതം എടുത്തുകൊണ്ട് ശബരിമലയിൽ പോകുമ്പോ നിങ്ങൾ തന്നെയാണ് ശരിക്കും അയ്യപ്പൻ. അപ്പൊ പിന്നെ അവിടെ ഒരു എന്താ പറയാ മറ്റുള്ളൊരാളുടെ അനുഗ്രഹം വാങ്ങിയിട്ടൊന്നും അവിടെ കയറി ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതിങ്ങനെ ചോദിക്കും ആൾക്കാർ, അവിടെ കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ, കയറാൻ പറ്റുമോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. കയറേണ്ടതില്ല. ഇനി നിങ്ങൾ കയറുകയാണെങ്കിൽ ഞാനത് എടുക്കാനുമില്ല. പക്ഷെ കയറിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഒരു നേരം പോക്കിനുണ്ടാക്കിയെടുത്തൊരു കഥ അത്ര ഉള്ളതിലൊക്കെ. അത് വിശ്വസിച്ചുകൊണ്ട് അവിടെയും പോയി ശരണം വിളിച്ചൊക്കെ പോരുന്ന ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തൊഴാറുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ, എനിക്കാരും തിരുത്താൻ പറ്റിയിട്ടില്ല, പിന്നെയാണോ മറ്റുള്ളവരെ. അതങ്ങനെ ഒരു സമ്പ്രദായം അങ്ങനെ ആക്കി വെച്ചു ഇവിടെ. കാരണം നമ്മുടെയൊക്കെ ഒരു
ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഒരു 40 വയസ്സ് 50 വയസ്സ് 60 വയസ്സ് വരെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഇങ്ങനെ ശീലമായി പോയി. അതിനു മുമ്പുള്ള ആൾക്കാരോട് ചോദിച്ചാലൊന്നും അങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത് ഹൈന്ദവ മതത്തിൽ എന്തിനാണ് മുസ്ലിങ്ങളെ കൊണ്ടുവരേണ്ടത്? ഹൈന്ദവ മതം ഉണ്ടാവുന്ന സമയത്ത് എവിടെയാണ് മുസ്ലിങ്ങളുള്ളത്? ഇവിടെ ചിന്തിച്ചറിഞ്ഞൂടെ? ഒരു ദൈവമായിട്ട് കാണുന്ന ഒരാളുടെ അടുത്തോട്ട് ഒരു മുസ്ലിം മതത്തിലെ ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് കൂട്ടുകാരനാക്കി വെക്കുമ്പോൾ അത് ബോധമുള്ളവനെ ചിന്തിച്ചറിഞ്ഞൂടെ? ബോധമില്ലാത്തവരുടെ കാര്യം പോട്ടെ. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ്. വേണമെങ്കിൽ പോവാം. പോയിട്ടില്ല എന്നിട്ട് നിങ്ങൾ ദൈവം ശപിക്കുകയോ കോപിക്കൊന്നുമില്ല. കാരണം മൂപ്പർക്ക് പോലും അറിയില്ല ആ കഥ. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണം, അത്ര തന്നെ. ഒരു കാര്യമില്ല. ഒന്നുമില്ലെങ്കിൽ അതൊരു ബാബുരൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ എന്തെങ്കിലും ഒന്നായിരിക്കാം. അത് പിന്നെ കയ്യേറി മുസ്ലിം പള്ളി കെട്ടിയതാവാം. അങ്ങനെയൊക്കെ അതാവാൻ വഴിയുള്ളൂ. അല്ലാതൊന്നും ഇപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പള്ളി, അങ്ങനെ ഒരു മുസ്ലിം മതം, നരീനെ പിടിച്ചു കൊടുക്കുക. നരീനെ പിടിച്ചു കൊടുത്തു എന്ന് പറയണേ പുലിയല്ല, നരിപ്പാല്. ഇതിന്റെ ഒരു സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങൾ പോലും അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നത്? ഈ വാവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മുസ്ലിങ്ങൾ പോലും അത് അവകാശപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരത് അങ്ങനെ കഥാപാത്രം ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നില്ല. പിന്നെ നിങ്ങളിത് ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്നതിനിപ്പോ പറഞ്ഞതില് ശരി എന്നാ.